ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്? ആഫ്റ്റർ ദ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ തുർക്സ്, മെനി പീപ്പിൾ ഇൻക്ലൂഡിംഗ് ദ സ്കോളേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഹു ഹാഡ് ബീൻ concentrated, they fled to the neighboring regions. A large of them ended up in Italian cities. ആദ്യത്തെ ചോദ്യം ഇതാണ്: വെൻ ഡിഡ് ദ തുർക്സ് കോങ്കർ കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിൾ എപ്പോഴാണ് കീഴടക്കിയത്? അപ്പോൾ ഏതാണ്? 1453, 1453. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 1453, 1453. ഇനി രണ്ടാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ പ്രസൻറ്റ് നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഇസ്താംബുൾ. എന്താണ്? ഇസ്താംബുൾ. ഇസ്താംബുൾ ഈസ് ദ പ്രസൻറ്റ് നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇനി അടുത്തത്, വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? അവർ എന്തുകൊണ്ടാണ് ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്? ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് upheld the rich Greco-Roman tradition. Italy was a country that upheld the rich Greco-Roman tradition. രണ്ടാമത്തെ പോയിന്റ്, the rich Italian traders were patrons of art, literature and culture. The rich Italian traders were the patrons of art, literature and culture. മൂന്നാമത്തെ പോയിന്റ്, ദീസ് ട്രേഡേഴ്സ് വെർ കീൻ ടു പ്രിസർവ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ദീസ് ട്രേഡേഴ്സ് വെർ കീൻ ടു പ്രിസർവ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. അപ്പോൾ ഇത്രയാണ് അവർ ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കാരണം. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. മെനി സോഷ്യൽ ഈവിൾസ് ആൻഡ് പ്രാക്ടീസസ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ. A number of reform movements are held in 19th century against these practices. Which organization was founded by Rajaram Mohan Roy to propagate his ideas? രാജാറാം മോഹൻ റോയ് കണ്ടുപിടിച്ച ഓർഗനൈസേഷൻ, സംഘടന ഏതാണ്? എല്ലാവർക്കും അറിയാം, ബ്രഹ്മസമാജ്. ബ്രഹ്മസമാജ് വാസ് ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ് ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയാസ്. രണ്ടാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേഡ് ബൈ സ്വാമി വിവേകാനന്ദ ആൻഡ് പണ്ഡിത രമാബായി ടു ഇറാഡിക്കേറ്റ് ദ സോഷ്യൽ ഇവിൾസ് ഇൻ ഇന്ത്യ. അപ്പോൾ പണ്ഡിത രമാബായിയുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും റോൾ എന്തായിരുന്നു എന്ന് അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. Swami Vivekananda gave emphasis to the universal brotherhood. Swami Vivekananda gave emphasis to the universal brotherhood. He founded Ramakrishna Mission to establish several education institutions all over the India. He played an important role in awakening the nationalist feeling and self-respect among Indians. Pandita Ramabai founded Arya Mahila Sabha for the upliftment of women. She fought against the social inequalities faced by women. He worked for women's education and the empowerment of widows. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ദ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ഓഫ് 1857 വാസ് ദ first mass struggle for the liberation of Indians against the British East India Company rule. First question, what was the name of Indian soldiers in the British Army? ബ്രിട്ടീഷ് ആർമിയിൽ ഇന്ത്യൻ സോൾജേഴ്സിനെ, പട്ടാളക്കാരെ വിളിച്ചിരുന്ന പേരെന്തെന്ന്? ഇപ്പോൾ പേരെന്തായിരുന്നു? സെപ്പോയ്, ശിപ്പായികൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. SEPOY. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഹൂ ലെഡ് ദ റിബല്യൻ ഇൻ ഝാൻസി? ഝാൻസിയിൽ ആരാണ് റിബല്യൻ നയിച്ചത്? ആരാണ്? റാണി ലക്ഷ്മിബായ്. റാണി ലക്ഷ്മിബായ് ലെഡ് ദ റിബല്യൻ ഇൻ ഝാൻസി. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ 3 reasons ഫോർ ദ ഫെയിലിയർ ഓഫ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? Though the revolt was widespread in North India, there was no coordination. Though the revolt was widespread in North India, there was no coordination.
ഒരു കോർഡിനേഷനും ഉണ്ടായിരുന്നില്ല. ഇനി അടുത്തത് ദ കമ്പനി ഹാഡ് ഓൾ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രോങ്ങർ മിലിറ്ററി പവർ, ബെറ്റർ വെപ്പൺസ് ആൻഡ് കോർഡിനേഷൻ. എന്നാൽ കമ്പനിക്ക് എല്ലാവിധ മിലിറ്ററി പവറും അതേപോലെ തന്നെ നല്ല നല്ല ആയുധങ്ങളും അതേപോലെ നല്ല സംഘാടനവും ഉണ്ടായിരുന്നു. It failed to ensure mass support. The English-educated Indians were against the revolt. The rulers of affluent princely states supported the company. എത്രയാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുള്ള കാരണം? ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 33 നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, പേജ് നമ്പർ 33. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ദ റിനൈസൻസ് വിച്ച് ബിഗാൻ ഇൻ ഇറ്റലി അറ്റ് ദ എൻഡ് ഓഫ് ദ 13th century ബ്രോട്ട് അബൌട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ, ആർട്സ്, സയൻസ് ആൻഡ് റിലീജിയൻസ്. ഹു ഈസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്? റിനൈസൻസിൻ്റെ പിതാവ് ആരായിരുന്നു? പെട്രാക്ക് ഈസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് 2 മേജർ പെയിൻറ്റേഴ്സ് ഓഫ് റിനൈസൻസ് പീരീഡ്. റിനൈസൻസ് പീരീഡിലെ 2 പ്രശസ്തരായ ചിത്രകാരന്മാരുടെ പേരെഴുതാനാണ്. അപ്പോൾ ഒന്ന് നമുക്ക് എഴുതാം ലിയനാർഡോ ഡാവിൻസി, മറ്റേത് മൈക്കൽ ആഞ്ചലോ. ലിയനാർഡോ ഡാവിൻസി ആൻഡ് മൈക്കൽ ആഞ്ചലോ. ഇനി അടുത്തത് വാട്ട് ഈസ് റിനൈസൻസ്? എന്താണ് റിനൈസൻസ്? റിനൈസൻസ് ഈസ് എ ന്യൂ അവേക്കനിങ് ഇൻ ഓൾ സ്ഫിയർ ഓഫ് ഹ്യൂമൻ ലൈഫ് ബിക്കെയിം വിസിബിൾ ഇൻ യൂറോപ്പ്. ദാറ്റ് ഈസ് നോൺ ആസ് റിനൈസൻസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 5. ദ യൂറോപ്യൻ കൺട്രീസ് കോമ്പറ്റഡ് ഫോർ മോണോപ്പൊളൈസിംഗ് ട്രേഡ് വിത്ത് ഇന്ത്യ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗെയിൻഡ് പവർ ഇൻ ബംഗാൾ. Who was defeated in the Battle of Plassey? ആരെയാണ് പരാജയപ്പെടുത്തിയത്? സിറാജ് ഉദ്ദൗളയെയാണ് പരാജയപ്പെടുത്തിയത്. സിറാജ് ഉദ്ദൗള വാസ് ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. നെയിം ദ യൂറോപ്യൻ കൺട്രീസ് ഹൂ കെയിം ഇന്ത്യ ഫോർ ട്രേഡ്. ഇന്ത്യയിൽ വ്യാപാരത്തിനായി വന്ന യൂറോപ്യൻസിൻ്റെ പേരെഴുതാനാണ്. ആരൊക്കെയാണ് വന്നത്? The Portuguese, the Dutch, the English and the French reached India for trade. The Portuguese, the Dutch, the English and the French reached India for trade. ഇനി അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ യൂറോപ്യൻ കൺട്രീസ് നമ്മൾ വായിച്ചു. ഇനി അടുത്തത് വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബംഗാളിൽ അവരുടെ അധികാരം കൈയടക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ എന്തായിരുന്നു ബംഗാളിൽ അവർക്കുണ്ടായിരുന്നത്? The agricultural prosperity and the convenient trade facilities prompted the company to capture power in Bengal. എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ പ്രോസ്പിരിറ്റി ആൻഡ് ദ കൺവീനിയൻറ്റ് ട്രേഡ് ഫെസിലിറ്റീസ് പ്രോംപ്റ്റഡ് ദ കമ്പനി ടു ക്യാപ്ചർ പവർ ഇൻ ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കമ്പനി റോൾ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ഓൾ ദ വർക്കേഴ്സ് എൻഗേജ്ഡ് ഇൻ ട്രഡീഷണൽ occupations. There were uprising in different parts of our country against it. Who were exploited under the company rule? Complete the word web. അപ്പോൾ ആരൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ചൂഷണം ചെയ്യപ്പെട്ടത്? അപ്പോൾ ആരൊക്കെയാണ്? ഫാമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്മെൻ, ട്രൈബൽസ്. ഫാമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്മെൻ, ട്രൈബൽസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. What were the strategies adopted by the British East India Company to exploit maximum resources from the agriculture sector? Levied heavy taxes on farmers. No tax concession were sanctioned even when drought and flood destroyed the agriculture. Middlemen were assigned to the duty of collecting tax, imposed the condition that the tax was to be paid in the form of cash. The farmers had to depend on sahus, the private money lenders, for loans at a high rate of interest. അപ്പോൾ പേജ് നമ്പർ 28 ഇതിൻ്റെ ആൻസർ ഉണ്ട്. ഏതെങ്കിലും 2 റീസൺസ് നിങ്ങൾ എഴുതുക.
Through military force, wars, treaties, and legislations, the English annexed their dominance over the princely states. Who introduced subsidiary alliance? ആരാണ് സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരാണ്? ലോർഡ് വെല്ലസ്ലി. ദ സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് വെല്ലസ്ലി. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ നെയിം ഓഫ് two princely states that had signed the treaties of subsidiary alliance. സബ്സിഡറി അലയൻസിൽ ഒപ്പുവെച്ച ഏതെങ്കിലും രണ്ട് പ്രിൻസസ്ലി സ്റ്റേറ്റ്സിൻ്റെ പേരെഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണത്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഇനി അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ഡോക്ട്രീൻ ഓഫ് ലാബ്സ്. ഡോക്ട്രീൻ ഓഫ് ലാബ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ലോർഡ് ഡൽഹൌസി ഇൻട്രൊഡ്യൂസ്ഡ് ദ പോളിസി ഓഫ് ഡോക്ട്രീൻ ഓഫ് ലാബ്സ്. ആസ് പെർ ദ പോളിസി, വെൻ ദ റൂളർ ഓഫ് എ പ്രിൻസസ്ലി സ്റ്റേറ്റ് ഡൈഡ് വിത്തൗട്ട് എ മെയിൽ ഹെയർ, ദ ബ്രിട്ടീഷ് should annex the state with British India. Okay, as per the policy, when the ruler of princely state died without a male heir, the British could annex the state with the British India. Okay, ഇനി അടുത്ത ചോദ്യം നോക്കാം. The Santals were the inhabitants of Rajmahal Hills in the Bengal province. The Santal rebellion was the result of exploitation they faced from the company officials. Who were the leaders of Santal rebellion? Santal rebellionന്റെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. Sidhu and Kanhu. Sidhu and Kanhu were the leaders of Santal rebellion. Write a short note about the rebellion in Kerala against the British. കേരളത്തിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകളുടെ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അതിനെ പറ്റിയിട്ടൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. ദ റിബല്യൻസ് ഇൻ കേരള. The Payashി revolt was one of the major revolts of Kerala. The British lifted Payashി Raja's right to collect taxes from Kottayam in North Malabar. This was the immediate cause for Payashി Raja's revolt. He led guerrilla war against the British in the forest of Wayanad. The anti-British revolts in Travancore were led by Veluthambi Dalava. Paliyathachen, the minister of Kochi, extended his assistance to Dalava. Okay, ഇനി അടുത്ത ചോദ്യം നോക്കാം. Advances in science following the Renaissance led to the invention of new machines. Such changes in production were known as Industrial Revolution. In which country did Industrial Revolution begin? Industrial Revolution തുടങ്ങിയത് ഏത് രാജ്യത്താണ്? വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്. ഓക്കെ, Industrial Revolution began in England. Okay, complete the table given below based on the invention during the Industrial Revolution. Okay, flying shuttle ആരാണ് കണ്ടുപിടിച്ചത്? ജോൺ കെ ആണ് കണ്ടുപിടിച്ചത്. സ്പിന്നിങ് ജെനി ജെയിംസ് ഹഗീസ്. സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ. ഇത് പേജ് നമ്പർ 15 ഇത് അതേപോലെ ആ ടേബിൾ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അത് നോക്കി എഴുതുക. അപ്പോൾ നമ്മൾ ഇതുവരെ എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.